ഇന്ന് 2025 ഡിസംബർ 26. ഈ ദിവസം ഞങ്ങൾക്കൊരു പ്രത്യേകതയുള്ള ദിവസമാണ് കേട്ടോ. കാരണം എന്താ അറിയോ, 2016 ഡിസംബർ 26 തീയതിയാണ് ഞങ്ങളുടെ കല്യാണം നടന്നത്. അപ്പോൾ ഞങ്ങളുടെ 9ാമത്തെ വിവാഹ വാർഷികമാണ് ഇന്ന്. ഞങ്ങളിന്ന് കുളിച്ച് അമ്പലത്തിൽ പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് ശിവക്ഷേത്രം. ഇവരുടെ കുടുംബത്തിലെ ക്ഷേത്രം തന്നെയാണ് വർണ്ണപുരീശ്വര ശിവക്ഷേത്രം. അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. ബൈക്കിൽ പോകേണ്ട ദൂരമൊന്നുമില്ല. എനിക്ക് നടക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ബൈക്കിലാണ് സ്ഥിരം പോവാറ്. അവിടെ പോയി തൊഴുതു, 2-3 സ്റ്റിൽസ് കൊടുത്തു. പിന്നെ ഞങ്ങൾ അവിടുന്ന് പാലക്കാട് ഷിർദി സായി ടെമ്പിൾ ഉണ്ട്, അവിടേക്ക് പോയി. ഞങ്ങളെല്ലാ പ്രധാനപ്പെട്ട ദിവസങ്ങളിലും, അതായത് ഓണം, വിഷു തുടങ്ങിയ ദിവസങ്ങളിലൊക്കെ പോവാറുണ്ട്. ഇന്നും ഞങ്ങൾക്ക് ഏറെ പ്രധാനപ്പെട്ട ദിവസമാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയി തൊഴുത് ബാബയുടെ അനുഗ്രഹം വാങ്ങി. അപ്പോഴേക്കും സമയം ഒരു 12-12:45 ആയി. അപ്പം നേരെ പിന്നെ ഒരു ഹോട്ടലിലേക്ക് കയറി. ഹോട്ടലിൽ പോയി അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ഞങ്ങൾ പിന്നെ നോണൊന്നും കഴിച്ചില്ല. സായിട്ട് നോണല്ലാത്തതുകൊണ്ട് വെജ് തന്നെ ഞാനും അധികം ഹോട്ടലിൽ പോയാൽ കഴിക്കാറ്. ഇപ്പം നോണ് പുറത്തുനിന്ന് കഴിക്കണേ എനിക്ക് വലിയ താല്പര്യമില്ലാണ്ടായി. വീട്ടിലുണ്ടാക്കുന്ന ചിക്കനും ഫിഷൊക്കെ തന്നെ എനിക്കിഷ്ടമുള്ളൂ. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ വന്നാലേ അതൊക്കെ ഉള്ളൂ ഞാൻ കഴിക്കാറുള്ളൂ. എനിക്കിഷ്ടം അത് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഒരു സൂപ്പൊക്കെ കുടിച്ചു. പിന്നെ ഒരു ഫ്രൈഡ് റൈസ് കഴിച്ചു. ലാസ്റ്റ് ഒരു ഐസ്ക്രീമും ഞാനും കഴിച്ചു. ഏട്ടൻ ലസ്സി. ഏട്ടന് പിന്നെ എന്ത് ഭക്ഷണം കഴിച്ചാലും ഒരു ലസ്സി കുടിക്കാൻ ഉച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും മോര് കുടിക്കും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് ലസ്സിയാണ് മൂപ്പരുടെ പ്രിയം. ഞാൻ പിന്നെ ഐസ്ക്രീമും. അത് നല്ലോണം ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിലെത്തി ഞങ്ങളൊരു കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കേക്കൊക്കെ വാങ്ങി കേക്ക് കട്ട് ചെയ്യാൻ റെഡി ആയപ്പോഴേക്കും സായൻ്റെ ഒരു കസിനുണ്ട്, ലേഖ ചേച്ചിയും വിനോദേട്ടനും വന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഫോട്ടോ എടുത്ത് തരാനും വീഡിയോ എടുത്ത് തരാനും ആളായി. ലേഖ ചേച്ചിയായിരുന്നു ക്യാമറമാൻ. അപ്പോൾ നന്നായിട്ട് ഞങ്ങൾക്ക് വീഡിയോ ഒക്കെ എടുത്തു. ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്ത് സൂപ്പർ ക്യാച്ച് എന്നൊക്കെ വിനോദേട്ടൻ്റെ ഡയലോഗും ഉണ്ടായി. ലേഖ ചേച്ചി അവിടേക്ക് വന്നതെന്താണെന്ന് വെച്ചാൽ, അന്ന് എലപ്പുള്ളി ഗ്രാമത്തിൽ നന്ദഗോവിന്ദൻ ഭജൻസ് ട്രൂപ്പിൻ്റെ വക ഭക്തിഗാനങ്ങളുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് കൊതിച്ചതാണ് ഈ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ ഇവരെ പാട്ട് കേൾക്കണമെന്ന്. ഇത്രയും സൗകര്യമായിട്ട് അവിടെ അടുത്ത് തന്നെ ഗ്രാമത്തിൽ ഇതായിരുന്നു, തേര് നടക്കുന്ന കാലമാണ്. ഇപ്പോൾ തേരിനോടനുബന്ധിച്ച് നടത്തിയൊരു പരിപാടിയായിരുന്നു. ഇത്രയും സുഖമായിട്ട് കാണാൻ പറ്റിയ എന്ന് പറഞ്ഞൊരു ഭാഗ്യം തന്നെ അവരുടെ പ്രോഗ്രാം. അതുകൊണ്ട് ഞങ്ങൾ പോയി. അതിനാണ് ലേഖ ചേച്ചി വന്നിരുന്നത്. അപ്പോൾ ലേഖ ചേച്ചി ഞാനും ഏട്ടനും കൂടിയിട്ട് ആ പരിപാടി കാണാൻ പോയി. തകർപ്പൻ പരിപാടിയായിരുന്നു. സൂപ്പർ. എന്താ പാട്ട്, സൂപ്പറായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. എല്ലാവരും ഭയങ്കരമായിട്ട് വളരെ ആനന്ദിച്ചു. അതിൻ്റെ ആ പാട്ടിൽ എന്താ പറയുക, ലയിച്ചു പോയി. സൂപ്പർ എന്ന് പറഞ്ഞാൽ പോരാ, സൂപ്പറാണ് അവരുടെ പരിപാടി. ഇപ്പോൾ യൂട്യൂബിലൊക്കെ തരംഗമാണല്ലോ അവരുടെ ആ പരിപാടി, ഭയങ്കര വൈറലാണല്ലോ. അടിപൊളിയായിരുന്നു. നേരം പോയത് അറിഞ്ഞതേ ഇല്ല എന്ന് പറയാൻ നേരം പോരാ. അത് കേട്ടുകൊണ്ടിരിക്കാൻ വളരെ രസമാണ്. എത്ര നേരം വേണമെങ്കിലും കേൾക്കാൻ രസമാണ്. ആ പാടുന്ന ആൾക്കും നല്ല എനർജി തന്നെ. 3 മണിക്കൂറാണ് പാടിയത്. ഒരു 6:30-ക്കാണ് തുടങ്ങിയത്. അതിന് നല്ല തിരക്കുള്ളത് കൊണ്ട് ഞങ്ങളൊരു 4 മണിക്ക് സീറ്റ് പിടിക്കാൻ പോയി. എന്നിട്ട് തന്നെ 3 മണിക്ക് സീറ്റ് പിടിച്ചവരുണ്ടായിരുന്നു. 3 മണിക്കൊക്കെ കുറേ അടുത്തും കൂടി പോയി ഇരിക്കാൻ പറ്റുമായിരുന്നു 3 മണിക്കാണെങ്കിൽ. പക്ഷെ ഞങ്ങൾ 4 മണിക്കാണ് പോയത് വൈകുന്നേരം. എന്നിട്ട് 6:30-ക്ക് പ്രോഗ്രാം തുടങ്ങി. 9 മണി വരെ ഉണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു. എന്നാലും അത്രയും അടുത്ത് ഇരിക്കാൻ സീറ്റ് കിട്ടിയത് 4 മണിക്ക് പോയതുകൊണ്ടാണ് കേട്ടോ. അതൊരു വലിയ ഭാഗ്യമായി. അങ്ങനെ ഇക്കൊല്ലത്തെ ഞങ്ങളുടെ വിവാഹ വാർഷികം ആ ഒരു ഭക്തിസാന്ദ്രമായ സാഗരത്തിൽ ആറാടി നല്ലൊരു എന്താ പറയണ്ടേ എനർജിയും ഒക്കെ ആയി നല്ലൊരു പോസിറ്റീവ് മൈൻഡായി തിരിച്ച് വീട്ടിലെത്താൻ കഴിഞ്ഞു.